നിങ്ങൾക്കറിയാം, വചനം വിശ്വാസമായി പരിണമിക്കുമ്പോഴാണ് നിനക്ക് സൗഖ്യം നടക്കുന്നത്. വചനം വിശ്വാസമായി പരിണമിക്കുമ്പോഴാണ് നിനക്ക് അത്ഭുതം നടക്കുന്നത്. വചനം കേൾക്കുന്നവൻ്റെ അകത്ത് എന്തുണ്ടാകണം? ആത്മസന്തോഷം ഉണ്ടാകണം. ഒരിക്കലും സന്തോഷിക്കാതെ വണ്ണം ശത്രു ചില ഹൃദയങ്ങളെ ബന്ധിച്ചേക്കുക. ഇന്ന് ആ ബന്ധന ഇവിടെ പൊട്ടുവെന്നാ ദൈവം പറഞ്ഞേക്ക്. നിന്റെ വീട്ടിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ആരാധനയെ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഈ ചിലരുമായിട്ടൊക്കെ നമ്മൾ വർത്താനം പറയുമ്പോഴേ അവർക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നിലും അവർക്കൊരു സന്തോഷമില്ല. അച്ഛാ എന്തുകൊണ്ട്? ഇങ്ങനെ അങ്ങ് പോകുന്നു. അമ്മാമ്മ എന്താ പറയുന്നു? നടുവും വയ്യ, കാലും വയ്യ. മോളെന്താ പറയുന്നു? ജോലിയും പോയി. രണ്ടാമത്തെ മോന് കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി, പിള്ളേരും ഇല്ല. കേട്ടോ, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു സന്തോഷവും ഇല്ല. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും. ദൈവത്തിന്റെ അടുക്കൽ വരുമ്പം നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റണം. അങ്ങനെ സന്തോഷത്തോടെ വേണം വചനം കൈക്കൊള്ളാൻ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. അപ്പം കഷ്ടം വന്നാലും നമ്മുടെ അകത്തുനിന്ന് എന്ത് പോകരുത്? പരിശുദ്ധാത്മ സന്തോഷം പോകരുത്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, കഷ്ടം നിന്നെ കീഴടക്കരുത്, നീ കഷ്ടത്തെ കീഴടക്കണം. നിന്റെ കഷ്ടകാലമൊക്കെ പൊട്ടാൻ സമയമായി. ചില കഷ്ടം വന്നത് തകർക്കാൻ വേണ്ടി അല്ല, ആ കഷ്ടത്തിൽ. അപ്പൊ അവരിപ്പോ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? ബഹുകഷ്ടം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്ത്യാനിയായിട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ ദേശത്തിനെ വല്ലാത്ത കഷ്ടത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞാട്ട് നിനക്കൊരു സ്ട്രോങ് ആയ നാമം തന്നിരിക്കുക. ഏത് നാമമാ? യേശുവിൻ്റെ നാമം. നീ എവിടെ കഷ്ടം സഹിച്ചോ അവിടെ ഈ നാമം ധരിച്ചോണ്ട് ദൈവത്തെ സ്തുതിക്കണം.